കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിംഗിൾ നോക്കൗട്ട് ടൂർണമെൻറ്റ് ഫിക്സ്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നത് അതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങളെല്ലാം നോക്കി. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഡബിൾ നോക്കൗട്ട് ടൂർണമെൻറ്റിൻ്റെ ഫിക്സ്ചർ എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഡബിൾ നോക്കൗട്ട് ടൂർണമെൻറ്റ് പേര് പോലെ തന്നെ ഒരു ടീമിന് അല്ലെങ്കിൽ പ്ലെയറിന് 2 ചാൻസ് കിട്ടും. അതായത് 2 തവണ ലോസ്റ്റ് ആയെങ്കിൽ അല്ലെങ്കിൽ ഡിഫീറ്റ് ആയെങ്കിൽ മാത്രമേ പുറത്താകത്തുള്ളൂ. സിംഗിൾ നോക്കൗട്ടിൽ നമ്മൾ കണ്ടായിരുന്നു ഒരു ടീം ഒരു തോൽവി അല്ലെങ്കിൽ ഒരു തവണ ഡിഫീറ്റ് ആയാൽ പുറത്താകും, പിന്നെ ചാൻസ് ഇല്ല. ഡബിൾ നോക്കൗട്ട് ടൂർണമെൻറ്റ്സിൽ ടീമിന് 2 ചാൻസ് കിട്ടും. 2 തോൽവി ഉണ്ടെങ്കിൽ മാത്രമേ ടൂർണമെൻറ്റിന് പുറത്ത് പോകത്തുള്ളൂ. ആദ്യത്തെ മാച്ച് തോറ്റു, രണ്ടാമത്തെ മാച്ച് വിൻ ചെയ്യുവാണെങ്കിൽ അഡ്വാൻസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എങ്ങനെ നമുക്ക് ഫിക്സ്ചർ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 13 ടീമിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 13 ടീം ഓഡ് നമ്പറാണ്. അപ്പം നമ്പർ ഓഫ് ടീം N13 എന്ന് പറയുന്ന നമ്പർ ഓഫ് ടീംസ്. അപ്പം നമ്മളിവിടെ ഒരു ഓഡ് ടീമാണ് എടുത്തേക്കുന്നത്, ഓഡ് നമ്പർ ഓഫ് ടീമുകൾ. അപ്പം N എത്ര? 13 ടീം. അപ്പം ഇനി നമ്പർ ഓഫ് മാച്ചസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ സിംഗിൾ നോക്കൗട്ടിൽ എന്തായിരുന്നു? N-1 ആയിരുന്നു. അപ്പോൾ ഇവിടെ അത് 2N - 2 ആണ്. അതായത് 2 × 13 ടീമല്ല, 2 × 13 - 2. അതായത് ഇവിടെ 24 മാച്ചസ് ഉണ്ടാവും. സിംഗിൾ നോക്കൗട്ടിൽ N-1 ആയിരുന്നു നമ്മൾ സിംഗിൾ നോക്കൗട്ടിൽ നമ്പർ ഓഫ് മാച്ചസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്ത ഇക്വേഷൻ. ഡബിൾ നോക്കൗട്ട് വരുമ്പം 2N - 2 ആണ്, മാറിപ്പോകരുത്. 2N - 2. അപ്പോൾ ഇവിടെ മൊത്തം 2 × 13 - 2. അപ്പം ടോട്ടൽ 24 മാച്ചസ് ഉണ്ടാവും. നമുക്കൊരെണ്ണം എക്സാമ്പിൾ ചെയ്തിട്ട് എണ്ണി നോക്കാം എത്ര മാച്ചസ് വരുന്നുണ്ടോ. ഓക്കെ, ദെൻ അപ്പർ ഹാഫും ലോവർ ഹാഫും. അപ്പർ ഹാഫിൽ എത്ര ടീമുണ്ട്, ലോവർ ഹാഫിൽ എത്ര ടീം വരും എന്നുള്ളത് നോക്കാനുള്ള ഇക്വേഷൻ സെയിം തന്നെയാണ്. N+1/2. അപ്പർ ഹാഫിൻ്റെ ഇക്വേഷൻ N+1/2. അപ്പോൾ ഇവിടെ 13 ടീമല്ലേ, 13 + 1/2, അതായത് 7. ഇനി അപ്പോൾ ലോവർ ഹാഫ് എത്ര എന്ന് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അതും സെയിം ആണ്. സിംഗിൾ നോക്കൗട്ടിൽ നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെ N-1/2 ആണ്. ലോവർ ഹാഫിൽ എത്ര ടീം വരും എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ 13 - 1/2, അതായത് 12/2. 12/2 എത്രയാണ്? 6. അപ്പോൾ ലോവർ ഹാഫിൽ 6 നമ്പർ ഓഫ് ടീംസ് ആണ് ഉണ്ടാകുന്നത്, അപ്പർ ഹാഫിൽ 7. മനസ്സിലായല്ലോ? ഇനി ബൈ എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ബൈയുടെ ഇക്വേഷൻ എന്തായിരുന്നു? പവർ ഓഫ് 2 മൈനസ് നമ്പർ ഓഫ് ടീംസ്. അപ്പോൾ ഇവിടെ 13 കഴിഞ്ഞ് വരുന്ന 2ൻ്റെ പവർ 13 ടീംസ് ഉണ്ട് ഇവിടെ. അപ്പം അടുത്ത് വരുന്ന 2ൻ്റെ പവർ 16 ആണ്. സോ 16 - 13. 16 - 13 3. 3 ബൈ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 13 ടീം വരുന്നത് ഡബിൾ നോക്കൗട്ട് ടൂർണമെൻറ്റ് സെയിം ആണ്, സിംഗിൾ പോലെ തന്നെയാണ്. അപ്പം 2ൻ്റെ പവർ അതായത് 2⁴ 16 ആണ് വരുന്നത് ഇവിടെ. അപ്പം 4 റൗണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം 16 - 13 3 ബൈ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. നമുക്ക് ഫിക്സ്ചർ വരച്ച് നോക്കാം. 13 ടീം, നമ്മുടെ 13 ടീം എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ആദ്യം 2 ഹാഫ് ആക്കാം. നമ്മൾ മുമ്പ് ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി അപ്പർ ഹാഫിൽ 7 ടീമും ലോവർ ഹാഫിൽ 6 ടീം. അപ്പോൾ ഒരു ലൈൻ നമ്മൾ വരച്ചു 7 ടീമിൻ്റെ താഴെയായിട്ട്. അപ്പം മേളിൽ അപ്പർ ഹാഫ്, താഴത്തെ ലോവർ ഹാഫ്. അപ്പർ ഹാഫിൽ 7 ടീമും ലോവർ ഹാഫിൽ 13 ടീമും. അപ്പം ഇനി ബൈ അപ്ലൈ ചെയ്യാം. 3 ബൈ ആണ് നമുക്ക് കിട്ടിയത്. 16 - 13. അപ്പം 3 ബൈ ഇവിടെ കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ബൈ നമ്പർ 1 ഇവിടെ കൊടുക്കും. ബൈ നമ്പർ 1 ലോവർ ഹാഫിലെ ലാസ്റ്റ് ടീം, അതായത് 13ാമത്തെ ടീമിന് ബൈ നമ്പർ 1 കൊടുക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് ബൈ നമ്മളെവിടെ അപ്ലൈ ചെയ്യും? അപ്പർ ഹാഫിലെ ഫസ്റ്റ് ടീമിന് ബൈ നമ്പർ 2 കൊടുത്തു. ഇനി ഒരു ബൈ കൂടെ ഉണ്ട്, അത് നമ്മൾ ലോവർ ഹാഫിലെ ഫസ്റ്റ് ടീം, അതായത് 8 ടീം നമ്പർ 8ന് ബൈ 3 കൊടുത്തു. അപ്പോൾ ഈ 3 ടീമും സെക്കൻഡ് റൗണ്ടിലോട്ട് നേരിട്ട് അഡ്വാൻസ് ആയി. ഓക്കെ, അവർ ഫസ്റ്റ് റൗണ്ട് കളിക്കില്ല. ഡബിൾ നോക്കൗട്ട് റൗണ്ടിൽ നമ്മൾ ആദ്യം സിംഗിൾ നോക്കൗട്ട് വരച്ചിട്ടാണ് പിന്നെ തോക്കുന്ന ടീമിന് ഒരു ചാൻസ് കൂടെ കൊടുക്കും. അതെങ്ങനെയാണെന്ന് പറയാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സിംഗിൾ നോക്കൗട്ട് ഫിക്സ്ചർ വരയ്ക്കാം. ഓക്കെ, അപ്പം 13ഉം 8ഉം 1ഉം സെക്കൻഡ് റൗണ്ടിലോട്ട് അഡ്വാൻസ് ആയി, അവർക്ക് ബൈ കിട്ടി. അപ്പോൾ ഇനി ഫസ്റ്റ് റൗണ്ടിൽ കളിക്കുന്നത് ബാക്കിയുള്ള ടീംസ്.
ഫസ്റ്റ് മാച്ച് 2 vs 3, ദെൻ 4 vs 5, 6 vs 7, 9, 10, 11, 12 ഫസ്റ്റ് റൗണ്ടിലെ മാച്ചസ് നടക്കും. 5 മാച്ചസ് റൗണ്ട് 1. അപ്പോൾ ഫസ്റ്റ് മാച്ചിൽ നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം 3 വിൻ ചെയ്തു, 4ഉം 5ലും 5 വിൻ ചെയ്തു, ദെൻ 6 അഡ്വാൻസ് ചെയ്തു, 9, 12 ഇത്ര പേര് നമുക്ക് അഡ്വാൻസ് ചെയ്തു എന്ന് വിചാരിക്കാം സെക്കൻഡ് റൗണ്ടിലോട്ട്. ഓക്കെ, നമുക്കിനി സെക്കൻഡ് റൗണ്ട് വരച്ച് നോക്കാം. ബൈ കിട്ടിയ ടീം നമ്പർ 1ഉം 3ഉമായിട്ട് സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് മാച്ച്, ദെൻ 5ഉം 6ഉം, ദെൻ 9ഉം ബൈ കിട്ടിയ 3, 8ഉം, പിന്നെ 12ഉം 13ഉം. സെക്കൻഡ് റൗണ്ടിൽ ഇത്ര മാച്ചസ് ഉണ്ടായിരിക്കും. റൗണ്ട് 2-ൽ മൊത്തം റൗണ്ട് 2-ൽ 4 മാച്ചസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 1 വിൻ ചെയ്തു എന്ന് അസ്യൂം ചെയ്യാം. ദെൻ 6, 8 ആൻഡ് നമുക്ക് 13. അപ്പോൾ ഇത്രയും ടീം സെക്കൻഡ് റൗണ്ടിൽ വിൻ ചെയ്തു. ഓക്കെ, ദെൻ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. 1 vs 6, 8 vs 13. അപ്പോൾ ഇതിൽ നിന്ന് 6 വിൻ ചെയ്തു എന്ന് കരുതാം, ആൻഡ് 8. ഓക്കെ, ദെൻ 6 vs 8ൻ്റെ മാച്ച് വരും. ഇതിൽ നിന്ന് 8 വിന്നറായി. ഇതിൻ്റെ വിന്നറിനെ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ തോറ്റ ടീമിനെല്ലാം ഒരു ചാൻസ് കൂടെ കൊടുക്കണ്ടേ, അതായത് ഡബിൾ നോക്കൗട്ടാണ്. 4 റൗണ്ട് മാച്ച് കഴിഞ്ഞപ്പോൾ 8 വിന്നറായി. ഇപ്പോൾ 4 റൗണ്ട് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2/4, അതായത് 16 ആയിരുന്നു വന്നത് 13ന് ശേഷം, 13 ടീംസിൻ്റെ 2/4. അതിപ്പം 4 റൗണ്ട്. ഇപ്പോൾ 2/5 വന്നിരുന്നെങ്കിൽ ഇത് 5 റൗണ്ട് ഉണ്ടായേനെ. അപ്പോൾ റൗണ്ട് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. 2/4 വന്നുകൊണ്ടാണ് 4 റൗണ്ട് വന്നത്. ഇനി നമുക്ക് റൗണ്ട് 1-ൽ തോറ്റ ടീം ഏതൊക്കെയാണെന്ന് നോക്കാം. റൗണ്ട് 1-ൽ 3 ആണ് ജയിച്ചത് ഫസ്റ്റ് മാച്ചിൽ, അപ്പം 2. പിന്നെ അടുത്ത മാച്ചിൽ 4ഉം 5-ൽ 4 ലോസ്റ്റായി, ഡിഫീറ്റായി. പിന്നെ അടുത്ത മാച്ചിൽ 7, ഫസ്റ്റ് മാച്ച് തോറ്റു, 6 ആണ് അഡ്വാൻസ് ചെയ്തത്. അടുത്ത മാച്ച് 9, 10 തമ്മിലുള്ള മാച്ചിൽ 9 അഡ്വാൻസ് ആയി, 10 ഡിഫീറ്റായി. ദെൻ 11 ആൻഡ് 12 മാച്ച് കളിച്ചപ്പോൾ 12 ജയിച്ചു, 11 ലോസ്റ്റായി. ഇപ്പോൾ റൗണ്ട് 1-ൽ ഇത്രയും ടീം തോറ്റു. അപ്പോൾ ഇവർക്ക് വീണ്ടും ഒരു ചാൻസ് കൂടെ നമ്മൾ കൊടുക്കണം. ഇത് ഡബിൾ നോക്കൗട്ടാണ്. റൗണ്ട് 2-ൽ നോക്കാം ആരൊക്കെ ഡിഫീറ്റായി. 3 ഡിഫീറ്റായി, 1 ആണ് അഡ്വാൻസ് ചെയ്തത്. ദെൻ 5, 6 കളിച്ചതിൽ 6 അഡ്വാൻസ് ആയി, അല്ലേ 5 ലോസ്റ്റായി, ഡിഫീറ്റായി. ദെൻ 9 ഡിഫീറ്റ് ആയി സെക്കൻഡ് റൗണ്ടിൽ. ദെൻ 12 സെക്കൻഡ് റൗണ്ടിൽ ഇത്രയും ടീം ഡിഫീറ്റായി. ഇപ്പോൾ നമുക്ക് നോക്കാം. 2, 4, 7, 10, 11 ഫസ്റ്റ് റൗണ്ട്. സെക്കൻഡ് റൗണ്ടിൽ 3, 5, 9, 12. ആൻഡ് തേർഡ് റൗണ്ടിൽ തോറ്റത് 1ഉം 13ഉം ആയിരുന്നു. ആൻഡ് ഫൈനലിൽ ആര് തോറ്റു? 6 തോറ്റു, 8 വിന്നറായി. അപ്പോൾ ഇത്രയും പേര് തോറ്റു. ഇവർക്കപ്പം നമ്മൾ ഒരു ചാൻസ് കൂടെ കൊടുക്കണം, ഡബിൾ നോക്കൗട്ടാണ്. ഓക്കെ, അപ്പം ഇത്രയും ടീമിനെ വെച്ച് നമ്മൾ വീണ്ടും ഫിക്സ്ചർ ഇട്ട് ഇവിടെ നിന്ന് ഇനി ഒരു തോൽവി കൂടെ തോറ്റു കഴിഞ്ഞാൽ ഈ ടീമെല്ലാം പുറത്താണ്. ഓക്കെ, അപ്പോൾ ആദ്യം 2, 4, 7, 10, 11 ഫസ്റ്റ് റൗണ്ട് തോറ്റവരെ കൊണ്ട് നമുക്ക് ഒരു സിംഗിൾ നോക്കൗട്ട് കളിപ്പിക്കാൻ പോവാണ്. അപ്പം 5 ടീമുണ്ട്. അപ്പം 5 ടീമുള്ള സ്ഥിതിക്ക് ഓഡ് നമ്പർ അല്ലേ, അപ്പം n+1/2 എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര? n+1 6, n+1 6, അതായത് 5+1 6/2, 6/2 3. അപ്പോൾ അപ്പർ ഹാഫിൽ എത്ര വരും? 3 ടീംസും, ലോവർ ഹാഫിൽ 2. n-1 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് n എത്ര? 5 - 1/2, 4/2 2. അപ്പോൾ മേളിൽ 3, താഴെ 2 ടീമും വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പിക്ചർ വരയ്ക്കാം. അപ്പോൾ ബൈ അപ്ലൈ ആണ്. ഇനി ബൈ കൊടുക്കണം. അപ്പോൾ 5 ടീമാണ്, പവർ ഓഫ് 2 - n. അപ്പം 5 ടീം കഴിയുമ്പോൾ 8 പവർ വരുന്നത്, അല്ലേ? 2, 4, 8, 2/3 8 ആണ് 5 കഴിഞ്ഞ് അടുത്ത് വരുന്നത് 2ൻ്റെ പവർ. അപ്പം പവർ ഓഫ് 2 - n, അതായത് 8 - 5 ചെയ്യുമ്പോൾ 3. 3/3 വേണം നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ. 3/, കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ബൈ ലോവർ ഹാഫിലെ ലാസ്റ്റ് ടീമിന്, സെക്കൻഡ് ബൈ അപ്പർ ഹാഫിലെ ഫസ്റ്റ് ടീമിന്, തേർഡ് ബൈ ലോവർ ഹാഫിലെ അടുത്ത ടീമിന് കൊടുക്കും. അപ്പോൾ 3 ഇത്രയും പേര് സെക്കൻഡ് റൗണ്ടിലോട്ട് അഡ്വാൻസ് ആയി. അപ്പോൾ ആകെ ഒറ്റ മാച്ചേ വരുന്നുള്ളൂ. 4ഉം 7ഉം തമ്മിൽ മാത്രമേ മാച്ച് വരുന്നുള്ളൂ ഈ റൗണ്ടിൽ. അപ്പോൾ അതിൽ നമുക്ക് 4 vs 7 മാച്ച് കളിച്ചതിൽ നമുക്ക് വേണമെങ്കിൽ 4നെ അഡ്വാൻസ് ചെയ്യാം അടുത്ത റൗണ്ടിലോട്ട്. അപ്പം 7 ഔട്ടായി, ഇനി 7 ചാൻസ് ഇല്ല.
ബാക്കി എല്ലാവരും നമ്മൾ ബൈ കൊടുത്തു തന്നെ സെക്കൻഡ് റൗണ്ടിലോട്ട് അഡ്വാൻസ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ തോറ്റ ടീം ഉണ്ടല്ലോ, അപ്പോൾ അവരെയും കൂടെ നമ്മൾ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം സെക്കൻഡ് റൗണ്ടിലോട്ട്. അപ്പം ഈ ബൈ കിട്ടിയ ടീമും 4ഉം പിന്നെ സെക്കൻഡ് റൗണ്ടിൽ വരുന്ന 3, 5, 9, 12, അപ്പോൾ ഇത്രയും പേരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ വീണ്ടും ഫിക്സർ ഉണ്ടാക്കണം. ഓക്കെ, ഇത്രയും പേര് ഒരു മാച്ചേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും പേരെ വെച്ച് നമുക്ക് വീണ്ടും ഫിക്സർ ഇടണം. എന്നിട്ട് അതിൽ നിന്ന് തോക്കുവാണെങ്കിൽ അവർ പുറത്താണ് തോക്കുന്നവർ സെക്കൻഡ് റൗണ്ടിൽ. അപ്പം ഫസ്റ്റ് റൗണ്ടിൽ 2ഉം 4ഉം 10ഉം 11ഉം ഉണ്ട്. സെക്കൻഡ് റൗണ്ടിൽ ഇപ്പോൾ അഡ്വാൻസ് ചെയ്ത് അവിടെ തോറ്റ് നിൽക്കുന്ന 3ഉം 5ഉം 9ഉം 12. അപ്പോൾ ഇത്രയും പേരെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഫിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം 2നെ ഇട്ടു, then 3, 4, 5, 10, 9, 11, 12. ഇപ്പോൾ മൊത്തം 8 ടീം വന്നു. 8 ടീമാണ്. അപ്പം 8 ടീം എന്ന് പറയുമ്പോൾ പറയും 2ൻ്റെ പവറാണ്. 2, 4, 8, 16. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സിമ്പിളാണ്, ബൈ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ പറഞ്ഞു 2ൻ്റെ പവർ ഓഫ് ടീംസാണ് വരുന്നതെങ്കിൽ ബൈ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് n/2 വെച്ച് 2 ഹാഫ് ആക്കാം. എന്നിട്ട് നേരിട്ട് മാച്ച് കൊടുക്കാം. 2 vs 3, 4/5, 4ഉം 5ഉം 10ഉം 9ഉം 11ഉം 12. ഇത് നമുക്ക് 3, 5, 10, 11 വിന്നറാക്കാം. ദെൻ അതിൽ നിന്ന് അഡ്വാൻസ് ചെയ്ത് തേർഡ് റൗണ്ടിലോട്ട് 3ഉം 11ഉം പോയി. അപ്പോൾ ബാക്കി പുറത്ത് ഔട്ടായ ലോസ്റ്റ് ആയ അല്ലെങ്കിൽ ഡിഫീറ്റ് ആയ ടീം മൊത്തം പുറത്തായി. അപ്പോൾ ഇവിടെ 3ഉം 11ഉം തേർഡ് റൗണ്ടിലോട്ട് വന്നു. അപ്പോൾ തേർഡ് റൗണ്ട് വരെ കൊണ്ടുവരണം കേട്ടോ, കാരണം അടുത്ത തേർഡ് റൗണ്ടിൽ ലോസ്റ്റ് ആയ ടീമുമായിട്ടാണ് നമ്മൾ അടുത്ത ഫിക്സർ വെക്കാൻ പോകുന്നത്. ഇപ്പോൾ 3ഉം 11ഉം മാത്രമേ അഡ്വാൻസ് ചെയ്തുള്ളൂ. അവിടെ 1ഉം 13ഉം തേർഡ് റൗണ്ടിലുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ എഴുതുക 3, 1 ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കുക. 3ഉം 1, 11, 13. എന്നിട്ട് അവരെ കൊണ്ട് വീണ്ടും മാച്ച് കളിപ്പിക്കുന്നു. അപ്പം ഇത് 4ആണ്, 2ൻ്റെ പവറാണ്. സോ ഡയറക്റ്റ് കൊടുക്കുക. 1 വിൻ ചെയ്തു, 11 വിൻ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് 1 4 റൗണ്ടിലോട്ട് പോയി. അപ്പോൾ 1 അഡ്വാൻസ് ചെയ്തു 4th റൗണ്ടിൽ. അപ്പം 4th റൗണ്ടിൽ അവിടെ സിംഗിൾ നോക്കൗട്ടിൽ തോറ്റിരിക്കുന്ന 6 ആണ്. അപ്പം 6ഉം 1ഉം ആയിട്ട് അടുത്ത മാച്ച് വെക്കണം. അപ്പോൾ 1, 6. സോ അതിൽ നിന്ന് 1 നമുക്ക് 1നെ അഡ്വാൻസ് ചെയ്യാം. അപ്പോൾ 1 വന്നു ഫൈനലായിട്ട്. അപ്പോൾ നമുക്ക് വിൻ ചെയ്ത ടീം ഉണ്ടല്ലോ, ഏതായിരുന്നു വിൻ ചെയ്ത ടീം? 8 അല്ലായിരുന്നു. അപ്പം 1ഉം 8ഉം തമ്മിൽ വീണ്ടും മത്സരിക്കും. ഓക്കെ, 1ഉം 8ഉം. 8 വിന്നറായിരുന്നു. അപ്പം ഇവിടുന്ന് വിന്നറായിട്ട് 1ഉം വന്നു. അപ്പോൾ ഇവർ തമ്മിൽ മാച്ച് വെക്കും. ഇവർ തമ്മിൽ മാച്ച് വെക്കും. ഈവൻ ഇൻ കേസ് 8ആണ് വിൻ ചെയ്യുന്നതെങ്കിൽ 8ആയിരിക്കും വിന്നർ. കാരണം 1 അപ്പോൾ ഓൾറെഡി 2 ലോസ്റ്റായി. ഈ മാച്ച് തോക്കുന്നതോടെ 1ന് 2 തോൽവിയാവും, 1 പുറത്താവും. എന്നാൽ 1 ഇൻ കേസ് 1 ആണ് ജയിക്കുന്നത്, ടീം നമ്പർ 1 ആണ് ജയിക്കുന്നതെങ്കിൽ വീണ്ടും ഒരു മാച്ച് കൂടെ നടക്കും. കാരണം 8 ഇതുവരെ ലോസ്റ്റ് ആയിട്ടില്ല. എന്നാൽ ആദ്യമായിട്ട് ഒരു ലോസ്റ്റേ ആവുന്നുള്ളൂ. സിംഗിൾ 2 ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ ടീം പുറത്താകത്തുള്ളൂ. 2 ഡിഫീറ്റ്, 2 തോൽവി. അപ്പം 1 വിൻ ചെയ്തെങ്കിൽ വീണ്ടും ഒരു മാച്ച് കൂടെ 1 vs 8 നടക്കും. അതിൽ വീണ്ടും 1 വിൻ ചെയ്യുവാണെങ്കിൽ 1 ആയിരിക്കും ഫൈനൽ വിന്നർ. അതിൽ 8 ജയിക്കുവാണെങ്കിൽ 8 ആയിരിക്കും ഫൈനൽ വിന്നർ. കേട്ടോ, മനസ്സിലായല്ലോ അല്ലേ? 2 ലോസ്റ്റ് പറഞ്ഞു. ഡബിൾ നോക്കൗട്ടിൽ ടീം 2 തവണ തോറ്റാൽ മാത്രമേ പുറത്താകത്തുള്ളൂ. 8 ഒരു തോൽവിയും തോൽക്കാതെയാണ് അവിടെ വിൻ ചെയ്തത്. അപ്പോൾ 8 വീണ്ടും ഇവിടെ തോറ്റ് കഴിഞ്ഞാൽ 1-ആയിട്ട് തോറ്റ് കഴിഞ്ഞാൽ അപ്പോൾ 8ന് വീണ്ടും ഒരു ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് വീണ്ടും ഒരു മാച്ച് വരുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഡബിൾ നോക്കൗട്ടിൽ വിന്നറിനെ എടുക്കുന്നത്. അപ്പോൾ എല്ലാ ടീമിനും 2 ലോസ്റ്റ് അല്ലെങ്കിൽ 2 തോൽവി വന്നു കഴിഞ്ഞാൽ മാത്രമേ പുറത്താകത്തുള്ളൂ. സിംഗിൾ നോക്കൗട്ടിൽ ഒറ്റ തോൽവി വന്നു കഴിഞ്ഞാൽ ടീം പുറത്താകും. അപ്പോൾ ഇങ്ങനെയാണ് ഡബിൾ നോക്കൗട്ടിൽ നമ്മൾ മാച്ചസ് വരയ്ക്കുന്നത്. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ സിംഗിൾ നോക്കൗട്ട് ഫിക്സർ വരച്ചു. പിന്നെ അതിൽ നിന്ന് ലോസ്റ്റ് ആയ ടീമിനെ എല്ലാം എടുത്തെടുത്ത് ഓരോ റൗണ്ട് കളിപ്പിച്ച് കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് മാച്ചസ് നോക്കാം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 മാച്ച് വന്നു ഇവിടെ. ഓക്കെ, ദെൻ സെക്കൻഡ് റൗണ്ടിൽ എത്ര വന്നു നമുക്ക് നോക്കാം. 12 വന്നായിരുന്നു. 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24. അപ്പോൾ 24 മാച്ചസ് വന്നു. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? 2n-2 ചെയ്തപ്പോൾ 24 അല്ലേ വന്നു. അപ്പോൾ ഇവിടെ 24 മാച്ചസ് ടോട്ടൽ വന്നു. അപ്പോൾ നമ്മുടെ ഫിക്സറും കറക്റ്റാണ്. അപ്പോൾ സിംഗിൾ നോക്കൗട്ട് ടൂർണമെൻറ്റ് എളുപ്പമാണ്. പക്ഷെ ഒന്ന് വരച്ച് നിങ്ങൾ എഴുതി ഒരു എക്സാമ്പിൾ പോലെ ഇട്ട് ഇത്ര ടീമിനെ ഇട്ട് നിങ്ങൾ എഴുതി ചെയ്ത് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡബിൾ നോക്കൗട്ട് ടൂർണമെൻറ്റ്.
ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ സിമ്പിളാണ്. കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് ശ്രദ്ധിച്ച് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അയക്കുകയോ ചെയ്താൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാമേ. താങ്ക് യു.